ഈ ഒരു രൂപ ഞാൻ 1000 രൂപയാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. അത് വെറും 1 മണിക്കൂറിൽ. കുറെ യൂട്യൂബേഴ്സ് ഈ ഒരു സെയിം ചാലഞ്ച് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആരും ഇതുവരെയായിട്ടും കംപ്ലീറ്റ് ആക്കിയതായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്ന ആദ്യത്തെ ആളാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കോഴിക്കോട് ബീച്ചിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം പെട്ടെന്നായിരിക്കണം. ആദ്യം തന്നെ ഈ ഒരു ഉറപ്പിനെ കൊണ്ട് എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടി പറ്റുമോ നോക്കണം. ഞാൻ ഒരു മുട്ടയൊക്കെയാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ ഇവിടെ മുട്ടായി വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ തോന്നല് ശരിയായിരുന്നു. അവിടെ ഉറപ്പേക്ക് മുട്ടായി കിട്ടുന്ന വീഡിയോന്നുമില്ല. 1 രൂപക്ക് മുട്ടായി വാങ്ങി അതൊന്ന് ട്രേഡ് ചെയ്ത് തുടങ്ങാനായിരുന്നു എന്റെ പ്ലാന്. അപ്പൊ മുട്ടായി കിട്ടാത്ത സ്ഥിതിക്ക് വി ഹാവ് ടു ചേഞ്ച് ദ പ്ലാൻ. 1 ഉറുപ്പ്യന്റെ ഒറ്റ മുട്ടായി പോലും ഇല്ല ഇവിടെ നിന്ന്. ഫുൾ ഉപ്പിലിട്ട് വീടിയോ ഐസ്ക്രീം വീടിയോ വെള്ളം വെക്കുന്ന വീടിയോ എല്ലാം ഉണ്ട്. അതെല്ലാം നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് ട്രേഡ് ചെയ്യണം ഗൈസ്. നമുക്ക് ഈ ചങ്ങനോട് ചോദിക്കാം. ബ്രോ 1 രൂപക്ക് തിരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാ? എന്തായാലും പ്രശ്നമില്ല, പൈസ കുഴപ്പമില്ല, കുറച്ചുകൂടെ കൂടുതൽ തുടങ്ങില്ലേ. ഇത് ആരി കൊടുക്കാനാണ്? വല്ല ആസ്പത്രിയാണ് കൊടുക്കായിരുന്നത്. വേറെ ഒന്നുമില്ല. ആണെങ്കിൽ ഈ സ്പെക്സ് വന്നോ? എന്നാ 2 രൂപ ഉണ്ടാ? ഓക്കെ, നമ്മളെ 2 രൂപ അങ്ങനെ ആയിരിക്കാണ്. ഫസ്റ്റ് ട്രേഡ് ഗോൺ. എന്നാ ബ്രോ 1 രൂപ. താങ്ക് യു. ഫസ്റ്റ് നിങ്ങളാ. താങ്ക് യു. 2 രൂപ നമുക്കൊരു 10 രൂപ ആയിരുന്നെങ്കിൽ വലിയ വെള്ളം വാങ്ങായിരുന്നു. പക്ഷേ ദിസ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. 2 രൂപ ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ ബ്രോ? 2 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു. ആരോടാ ചോദിക്കുക? ആദ്യത്തെ ട്രേഡ് നടന്നെങ്കിലും പിന്നെ ഒരാളെയും എനിക്ക് കിട്ടുന്നുണ്ടായിട്ടില്ല ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആകെ 1 മണിക്കൂറുള്ള ഗൈസ്. അതിനുള്ളിൽ ഈ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ട്രേഡും കാര്യങ്ങളെല്ലാം നടത്തണം. എന്നാലും എന്റെ പ്ലാൻ അനുസരിച്ചിട്ട് കാര്യങ്ങൾ പോകുള്ളൂ ഗൈസ്. ഇതിപ്പോ ഇങ്ങനെ പോവാണെങ്കിൽ നമ്മൾ എവിടെയും എത്തൂല. മിനിമം ഒരു 15 മിനിറ്റിനുള്ളിൽ 100 രൂപയെങ്കിലും ആക്കിയിട്ടില്ലെങ്കിൽ അന്നേരം തന്നെ ഏകദേശം നമ്മൾ ചാലഞ്ച് ഫീൽ ആയ പോലെയാണ്. കേട്ടാ, ഈ 2 രൂപയ്ക്ക് പകരം തരാൻ എന്തെങ്കിലും ഉണ്ടോ? 2 രൂപയ്ക്ക് പകരമായിട്ട് തരാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒന്നുമില്ല ബ്രോ. ഒരു 2 രൂപയ്ക്ക് പകരം തരാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ? ഓക്കെ, താങ്ക് യു. സാരുടെ അടുത്ത് ഒന്നുമില്ല. ചാലഞ്ച് തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയി. ഒരു 5 രൂപ പോലും ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. സോ ഫാർ ബിഹൈൻഡ് ആ പ്ലാൻ. എന്ത് ചെയ്യുന്നറിയാണ്ട് നട്ടതിരിക്കാണ് നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി മുന്നിൽ വന്നത്. ബ്രോ ഒരു 2 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? നിർബന്ധമൊന്നുമില്ല കേട്ടാ. മറ്റേ യൂട്യൂബില് 1 മണിക്കൂറിൽ 1 രൂപ 1000 രൂപ ആക്കണോ? താങ്ക് യു. രണ്ടാമത്തെ താങ്ക് യു. 5 രൂപ ആയിട്ടുണ്ട്. ഒരു 10 രൂപ ആണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങി വെക്കായിരുന്നു. ബ്രോ 5 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നോക്കി നോക്ക്, തപ്പി നോക്ക്, ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും. ഇല്ലല്ലേ? ശരി, 5 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ? എന്താ തിരിയുന്നില്ലാണോ ഒരിക്കലും? ഒരു 5 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും 5 രൂപയ്ക്ക്? 5 രൂപ ഒരു 6 രൂപ പ്രശ്നമില്ല. 6 രൂപ ഉണ്ടല്ലേ? എന്നാ കുറിച്ചോ 5 രൂപ. താങ്ക് യു. 1 രൂപ ലാഭാക്കി തന്നേര്. മാർച്ച് MAR ഒരു 6 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? 6 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? 6 രൂപയിൽ കൂടുതൽ എന്ത് സാധനം ആയാലും പ്രശ്നമില്ല, ഒരു 10 രൂപ ആയാലും പ്രശ്നമില്ല. എന്തെങ്കിലും ഉണ്ടോ? നിർബന്ധമില്ല, താല്പര്യം മതി കേട്ടാ. ഓക്കെ, 6 രൂപ. താങ്ക് യു. പൈസ നമ്മളെ 1% ആയിരിക്കാണ് നമ്മുടെ ടാർഗറ്റിന്റെ. ഈ ഒരു 10 രൂപ കൊണ്ട് ഒരു വെള്ളം വാങ്ങി അത് സെയിൽ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിരുന്നു എന്റെ പ്ലാന്. അങ്ങനെ ആ പ്ലാനിന് വേണ്ടി വെള്ളം വാങ്ങാൻ പോയപ്പോഴാണ് വേറൊരു സംഭവം നടന്നത്. ബ്രോ ഒരു 10 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? 10 രൂപ അറിയോ? അതന്നെ ബ്രോ, നമ്മള് 1 രൂപ 1000 രൂപ ആക്കുന്ന 1 മണിക്കൂറിൽ ഒരു 10 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? നോക്കി എന്തെങ്കിലും വെറുതെ പോക്കറ്റ് കയ്യില്. ശരിക്കൂ ബ്രോ 10 രൂപ. സബ്സ്ക്രൈബ് ഗൈസ് എല്ലാവരും. 10 രൂപ. താങ്ക് യു. അപ്പൊ നമുക്കൊരു സൺഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. ഇനി ട്രേഡ് ചെയ്യോ അല്ലെങ്കിൽ ഞാൻ തന്നെ വെക്കുമെന്ന് അറിയില്ല. എന്തായാലും താങ്ക് യു ബ്രോ. കാണാം. നമ്മളെ ആദ്യത്തെ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇനിയാണ് കളി. ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കണം. ആർക്കാ കൊടുക്കുക? ഇപ്പൊ ഇവൻ ഗ്ലാസ്സിലാണ് നടക്കുന്നത്, ഇവന് കൊടുക്കുക ഗൈസ്. ഇപ്പൊ ഒരു സൺഗ്ലാസ് വേണോ? കിടില സൺഗ്ലാസ്സാ ആണോ? വൈകോ ചെറിയ വിഷയമുള്ളൂ. അത് വെച്ചോക്ക്. അല്ല വേണ്ട ബ്രോ, വെച്ചോക്ക്. വേണ്ട. ഓക്കെ, ഇത് ഇപ്പോ സെയിൽ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും എനിക്ക് തോന്നുന്നേ. എക്സ്ക്യൂസ് മീ, ഒരു സൺഗ്ലാസ് വേണോ? അല്ല വേണ്ട പോലൂടാ. ഈ സൺഗ്ലാസ് ട്രേഡ് ആയി പോകണമെങ്കിൽ കുറച്ച് പണിയുണ്ട് ഗൈസ്. കറക്റ്റ് ആളെ തന്നെ നമുക്ക് കിട്ടണം. അങ്ങനത്തെ ഒരാളെ ആണെങ്കിൽ തപ്പിയിട്ട് കിട്ടുന്നുണ്ടായിട്ടില്ല. സൺഗ്ലാസ് ട്രേഡ് ആയി പോയിട്ടില്ലെങ്കിലും സമയം പെട്ടെന്ന് അങ്ങ് പോകുന്നുണ്ട്. സോ ഐ ബിക്കേം ഡെസ്പറേറ്റ്. ഞാൻ ചെറിയൊരു മണ്ടത്തരം ചെയ്തു ഗൈസ്. ബ്രോ ഈ ഒരു സൺഗ്ലാസ് വേണോ ബ്രോ? കിടില സൺഗ്ലാസ്. ഒന്ന് ഇട്ടോക്ക്. ഇഷ്ടപ്പെട്ടെടുത്താ മതി.
ഇട്ടോ നോക്ക് സെറ്റല്ലേ സാധനം അടിപൊളി കറക്റ്റ് മാച്ചാ നമ്മളൊരു 50 ആണ് ആ ഇതാണ് കൈസ് ആ ഒരു മണ്ടത്തരം അറ്റ്ലീസ്റ്റ് ഞാനൊരു 100 റുപ്യെങ്കിലും പറയണായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഐ വാസ് സോ ഡെസ്പറേറ്റ് അല്ല നിങ്ങൾ പറയുന്ന പ്രൈസ് 30 ലാസ്റ്റ് 30 ഓക്കെ ഇഷ്ടപ്പെട്ടോ ഓക്കെ താങ്ക് യു ഞാൻ ഉദ്ദേശിച്ച അത്ര പൈസ ആയിട്ടില്ല നമുക്ക് 50 റുപ്യ പിടിക്കായിരുന്നു പക്ഷെ 30 റുപ്യ അതും ലാഭം തന്നെയാണ് ഇവരോട് ചോദിച്ചോക്കെ ബ്രോ 30 റുപ്യക്ക് ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഓ താങ്ക് യു ബ്രോ പോട്ടെ സമയമില്ല 1 മണിക്കൂറേ ഉള്ളൂ നമ്മളെ ചാലഞ്ച് തുടങ്ങിയിട്ട് ഏകദേശം 10-15 മിനിറ്റ് ആയി നമ്മളെ 100 റുപ്പീസ് ആണ് ഈ ഒരു ടൈമിൽ വെച്ച് ടാർഗറ്റ് പക്ഷേ ആകെ 50 റുപ്യ ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതിനൊക്കെ ഉണ്ട് എൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ വല്ല 2 റുപ്യ വെള്ളം വാങ്ങാം 10 റുപ്യൻ്റെ എന്നിട്ട് അത് 20 റുപ്യക്ക് വെക്കാന്നുള്ളതാണ് ലെറ്റ്സ് ഗോ പ്ലാനൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ അവിടെ പോയപ്പോൾ 1 കുപ്പി വെള്ളത്തിന് 20 റുപ്യ അത് വാങ്ങിയാലും 30 റുപ്യക്ക് എന്തായാലും മറിച്ചു വെക്കാൻ പറ്റില്ല അതെനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ പ്രൊഡക്റ്റ് ഒന്ന് മാറ്റി വെള്ളത്തിന് പകരം 2 ലേസ് വാങ്ങി ബ്രോ ഒരു ലേസ് വാങ്ങുക ഇത് 5 റുപ്യൻ്റെ നമ്മൾ സ്പെഷ്യൽ പ്രൈസിൽ 10 റുപ്യക്ക് വെക്കുന്നത് ഒന്നിന് 2 എണ്ണം കൂടിയിട്ട് വേണമെങ്കിൽ നമ്മൾ 20-നല്ല നമ്മളെ സ്പെഷ്യൽ പ്രൈസ് അത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ 1 രൂപ കൊണ്ട് ട്രേഡ് ചെയ്ത് 1000 രൂപയാക്കാൻ പറ്റുമോ നോക്കുന്ന 20 റുപ്യ എന്നാൽ 2 എടുത്തോ രണ്ടാക്കും ഓരോന്നോരോന്ന് 10 റുപ്യക്ക് വാങ്ങിയ ലേസ് 20 റുപ്യക്ക് വിറ്റപ്പോൾ എനിക്ക് മനസ്സിലായി ഇതേപോലെ ചെറിയ പ്രൊഡക്റ്റ് വാങ്ങി വിൽക്കലാണ് ഇനി പൈസ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള കറക്റ്റ് സ്ട്രാറ്റജി ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ നേരെ പീടിയിലേക്ക് പോയി അടുത്ത പ്രൊഡക്റ്റ് ആയിട്ട് ഒരു ഫ്രൂട്ടി വാങ്ങി അത് സെയിൽ ചെയ്യാൻ നോക്കി ഒരു മാവാണോ പട്ടമറ കുടിച്ചോണ്ട് പറപ്പിച്ചോ ഇവന്മാര് തറപ്പിച്ച് വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ എനിക്കാണെങ്കിൽ ഈ ഫ്രൂട്ട് ഇപ്പൊ ട്രേഡ് ചെയ്യണം കാരണം ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ കടിച്ചു തൂങ്ങി നിന്ന് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടാവും വെച്ചിട്ട് ഫൈനലി ഇറ്റ് ഹാപ്പൻഡ് ഗൂഗിൾ പേ ഉണ്ട് വീണ്ടും അങ്ങനെ ഒരു പ്രൊഡക്റ്റിലൂടെ 10 റുപ്യ ലാഭം ഉണ്ടാക്കിയിരിക്കുകയാണ് പക്ഷെ ഈ ഒരു 10 റുപ്യ ലാഭം ഉണ്ടാക്കിയിട്ട് ഏത് കാലത്ത് നമ്മൾ 1000 റുപ്യ ആക്കാനെന്ന് അറിയില്ല ഓൾറെഡി പകുതി സമയമെല്ലാം കഴിഞ്ഞിട്ട് കുറെ നേരമായി ഒരു 100 റുപ്യ പോലും നമ്മളടുത്ത് ആയിട്ടുമില്ല സോ ഐ കെയിം അപ്പ് വിത്ത് ന്യൂ പ്ലാൻ നമ്മളെ നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ 70 റുപ്യക്ക് ഇനി സാധനം വാങ്ങി വിൽക്കാനുള്ളത് ഭയങ്കര നമുക്ക് മാർജിൻ ഇല്ല തീരില്ല അപ്പോൾ ഇനി നമുക്ക് ഈ 20 റുപ്യയിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങാം എന്നിട്ട് ഒരു 100 റുപ്യ ആയിട്ട് എനിക്ക് വേറെ പ്ലാൻ ഉണ്ട് എക്സ്ക്യൂസ് മീ ഒരു 20 റുപ്യക്ക് ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും 20 രൂപക്ക് പേടിക്കണ്ട 20 രൂപക്ക് ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും ഇല്ലേ ഓക്കെ കുഴപ്പമില്ല താങ്ക് യു 20 റുപ്യ ട്രേഡ് ചെയ്യുന്ന പരിപാടി ഞാൻ വിചാരിച്ച പോലെ നടക്കുന്നില്ല ഗൈസ് അതുകൊണ്ട് ഞാനത് അവിടെ ഉപേക്ഷിച്ചിട്ട് വേറൊരു പ്രൊഡക്റ്റ് വാങ്ങി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബബിൾസ് ഗൈസ് അങ്ങനെ നമ്മൾ 20 റുപ്യ കൊടുത്ത് ബബിൾ വാങ്ങിയിട്ടുണ്ട് ഈ ഒരു ബബിൾ നമ്മൾ ഇനി എങ്ങനെ സെല് ചെയ്തറിയില്ല ഇനി കുട്ടികളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഇല്ല അങ്ങനെ പിടിച്ചോണ്ട് പോകാനല്ല ബബിൾ വാങ്ങിക്കൊടുക്കുക ആ പെണ്ണിൻ്റെ അടുത്തുള്ള ബബിൾ ഓൾറെഡി ഉണ്ട് ഒരു ബബിൾ വേണം ഇത് വേണം ബബിൾ ഫ്രീ അല്ല പിന്നെ ബബിള് സെയിൽ ചെയ്യാനായിട്ട് പിള്ളേരും തപ്പിയെ എന്നെ നടത്താം പിള്ളേരോടും വലിയ ആൾക്കാരോടും എല്ലാവരോടും ബബിള് വേണം ചോദിച്ചു ആർക്കും ഇതിന് ബബിളിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് എന്റെ പ്രതീക്ഷ എല്ലാം നല്ലോണം താഴോട്ടേക്കായി പക്ഷെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഗൈസ് 1 മണിക്കൂർ ആവാൻ ഇനിയും സമയം ബാക്കിയുണ്ട് പറ്റുന്ന അത്ര മാക്സിമം ട്രേഡ് ചെയ്തുണ്ടാക്കണം അതിനാദ്യം ഒരു ബബിള് സെയിൽ ചെയ്യണം എടാ ഈ ബബിള് വേണോടാ ബബിള് വേണോ അല്ല 50 റുപ്പീസ് 50 കിടിലം കാണിച്ചതാ 50 ഔ വേണേ 2 50 തന്നോ അപ്പൊ 100 റുപ്യ എടുത്തോ 100 ആണ് പ്രശ്നമില്ല ഓക്കെ താങ്ക് യു ബ്രോ താങ്ക് യു ആയിരിക്കും വേണ്ട ബബിള് പിള്ളേർക്ക് ബബിളും സെയിൽ ചെയ്ത് നെക്സ്റ്റ് 20 റുപ്യന്റെ ട്രേഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് ഒരു കിടിലം മനുഷ്യനെ കണ്ടു ബ്രോ എക്സ്ക്യൂസ് മീ ഒരു 20 റുപ്യക്ക് ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവോ ഒന്നുമില്ല എവിടെയാണ് ഗൈസ് ട്വിസ്റ്റ് ചങ്ങായിന്റെ അടുത്ത് ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ടേക്ക് നടന്നെങ്കിലും കുറച്ചു നേരം കൊണ്ട് ബാക്കിൽ നിന്ന് ചങ്ങായി വിളിക്കുന്നത് അല്ല ഉറപ്പാ ഓക്കെ താങ്ക് യു എടാ ഒരു മാല കിട്ടി ഇതിന് നമ്മൾ ആർക്കാ കൊടുക്കുക കിടിലം മാലടാ സെറ്റ് മാല നമ്മൾ ആർക്ക് കൊടുക്കും ആരിക്കാ കൊടുക്കുന്നെങ്കിലും സ്പെക്സ് കൊടുത്ത പോലെ മണ്ടത്തരം കാണിക്കൂല എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു കാരണം ഇത് അത്ര അടിപൊളി ചെയിനായിരുന്നു സോ മിനിമം ഒരു 100 റുപ്പീസ് എങ്കിലും ഈ ഒരു ട്രേഡിൽ നമുക്ക് കിട്ടണം ബ്രോ ഈ ഒരു മാല വേണോ വാങ്ങാൻ വേണ്ട ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്തിട്ട് ചങ്ങായി തന്നെ ട്രേഡ് ചെയ്തിട്ട് അപ്പം ചങ്ങായി പറഞ്ഞത് 200 റുപ്യൻ്റെ മാലയാണ് നിങ്ങൾ എന്താന്ന് വെച്ചാൽ തന്നോ ബ്രോ എന്താ വെച്ചാൽ 10 റുപ്യ തരരുത് 100 ബ്രോ കിട്ടില്ല സാധനം ഇത് പിടിച്ചോ നല്ല ക്വാളിറ്റി ഉള്ള സാധനം വീട് നമ്മളെ ട്രേഡ് ചെയ്ത് 1000 രൂപ ആക്കുന്ന ഇത് ട്രേഡ് ചെയ്തിട്ട് വേണം പ്രോജക്ട്സ് കിട്ടുന്നത് കൊണ്ട് നമ്മൾ അടുത്ത ട്രേഡ് ചെയ്യാൻ ഇത് കിട്ടില്ല സാധനം ഇതല്ലാലോ ഇത് വേറെ അല്ലേ
100 100 ബ്രോ 100 കമോൺ ബ്രോ 100 ബ്രോ രണ്ടാളും മാറി മാറി ഇട്ടോ എന്നിട്ട് 4 ദിവസം ബ്രോ ഇട്ടോ 4 ദിവസം ബ്രോ ഇട്ടോ ആഴ്ചയിൽ 7 ദിവസമേ ഉള്ളൂ ഒരു ദിവസം ഇടണ്ട ഓക്കെ ബ്രോ താങ്ക് യു എന്നാ സാധനം പിടിച്ചോ താങ്ക് യു കേട്ടാ കിടില സാധനാ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവണം വീട്ടിട്ട് താങ്ക് യു കേട്ടാ നമ്മള് പോട്ടെ അടുത്ത ട്രേഡ് ചെയ്യണം 200 റുപ്യാക്കിരിക്കാണ് നമ്മൾ ട്രേഡ് ചെയ്തിട്ട് ഞാൻ ലേശം സമയം ബാക്കിയുള്ളൂ പക്ഷേ ബാക്കിയുള്ള സമയത്ത് എത്ര ട്രേഡ് ചെയ്യാൻ പറ്റും അത്രയും ട്രേഡ് ചെയ്യണം അടുത്ത ട്രേഡിന് ഞാൻ പുല്ലുമുട്ട വാങ്ങാൻ പോയി അന്നേരമാണ് കൈസ് അറിഞ്ഞത് ഈ സാധനം 10 റുപ്യക്കല്ലേ ഉണ്ടായത് ഇതിപ്പോ 20 റുപ്യാണ് ഒറ്റ സാധനത്തിന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് 2 എണ്ണം വാങ്ങി അത് വാങ്ങി തിരിയുമ്പോഴത്തേക്ക് നമ്മളെ 2 സബ്സ്ക്രൈബേഴ്സ് വന്ന് അവര് ട്രേഡ് ചെയ്യാൻ റെഡി ആയിരുന്നു 40 റുപ്യക്ക് വാങ്ങിയ 2 പുല്ലുമുട്ടയും നമ്മളവർക്ക് 50 റുപ്യക്ക് കൊടുത്ത് ആദ്യമൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ട്രേഡ്സ് എല്ലാം നടക്കുന്നുണ്ട് ആ ഒരു സന്തോഷത്തിൽ ഞാൻ അടുത്ത ട്രേഡ് ചെയ്യാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും സമയമായി പോയി ഗൈസ് അങ്ങനെ നമ്മളെ സമയം കഴിഞ്ഞിരിക്കുകയാണ് നമ്മളെ ടാർഗറ്റ് ആയ 1000 റുപ്യന്റെ പകുതി പോലും നമുക്ക് 1 മണിക്കൂറിൽ ആക്കാൻ വേണ്ടി പറ്റിയില്ല നമ്മളത് കറന്റ് ഇപ്പോൾ ഉള്ളത് 210 റുപ്യാണ് സംഭവം ഞാൻ വിചാരിച്ചതല്ല ഗൈസ് ഭയങ്കര ടഫാണ് വെറുതെ എല്ലാവരും ഇത് മര്യാദ കംപ്ലീറ്റ് ചെയ്യാത്ത നമ്മൾ വന്നതാണെങ്കിൽ ഒരു പ്ലാനിങ് ഇല്ലാണ്ടാണ് മേ ബി കുറച്ച് പ്ലാനിങ് എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും നടക്കുമായിരുന്നു അപ്പം നമുക്ക് കിട്ടിയ 200 റുപ്യ ഇറ്റ് വിൽ നോട്ട് ഗോ ടു വേസ്റ്റ് ഗൈസ് നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്യാൻ സഹായിച്ച എല്ലാവരും ദേ ഹാവ് ഡൺ സംതിങ് ഗുഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഗൈസ് സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന വീഡിയോ കൂടെ നോക്കി കണ്ടു നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും